നമസ്കാരം. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കുന്ന പലവിധ ചർച്ചകളുണ്ട്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശദീകരിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളുണ്ട്. മുന്നണി പ്രവേശനങ്ങളുണ്ട്. ഒപ്പം വെൽഫെയർ പാർട്ടിയുടെ സഖ്യമുണ്ടാക്കിയ വലിയ ചർച്ച തുടരുന്നുമുണ്ട്. ഇന്നത്തെ പത്രങ്ങളിലും അനുബന്ധമായി സോഷ്യൽ മീഡിയയിലുമൊക്കെ ഉയരുന്ന 2-3 കാര്യങ്ങൾ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടാക്കുന്ന ചർച്ചകളിൽ ഉയരുന്ന 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയുമായി വന്നത്. ആദ്യം ഇന്നത്തെ പത്രം പ്രസിദ്ധീകരിച്ച, മാതൃഭൂമി മനോരമയും ഒരുപോലെ പ്രസിദ്ധീകരിച്ച മറ്റു പത്രങ്ങളിലൊക്കെ ഉണ്ട് ഒരു ചിത്രമാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പങ്കെടുത്തൊരു ചടങ്ങിൽ നിന്നുള്ള ഒരു ചിത്രമാണ്. നിങ്ങൾക്കത് ഇവിടെ കാണാം. മുഖ്യമന്ത്രിയുടെ പരാജയമാണ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടയാളമാണ് നിലമ്പൂർ ഫലം എന്ന് ചർച്ച നടക്കുന്ന ഒരു ഘട്ടം. വി.ഡി. സതീശൻ്റെ കരുത്ത് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലമാണ് എന്ന് ചർച്ച നടക്കുന്ന മറ്റൊരു സമാന്തരമായ ചർച്ച. ഇതിനിടയിൽ അവർ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ചയുടെ, അവർ ഒരുമിക്കുന്ന ഒരു ചിത്രമാണ്. രാഷ്ട്രീയ കേരളത്തിൽ കൗതുകമുണ്ടാക്കുന്ന ഒരു ചിത്രമാണ്. നമ്മൾ മുമ്പ് പല വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ മുഖം കൊടുത്തില്ല എന്ന് പറഞ്ഞ് കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചതിൻ്റെ തുടർച്ച കണ്ടതാണ്. ഇന്നലെ വി.ഡി. സതീശൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ചടങ്ങിനെ പറ്റി, അതായത് നിയമസഭയിൽ നടന്നൊരു പുസ്തക പ്രകാശനമാണ്, ആ ചടങ്ങിനെ പറ്റിയുള്ള കുറിപ്പിൽ അദ്ദേഹം ഒപ്പമിട്ട ചിത്രങ്ങളിൽ ചിരിക്കുന്ന ചിത്രമല്ല, മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ശക്തമായി ഇരിക്കുന്ന ചിത്രമാണ്. എന്നാൽ ആ ചടങ്ങിൽ വി.ഡി. സതീശൻ ചിരിക്കുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ പത്രം. ഇന്നത്തെ മനോരമയും മാതൃഭൂമിയും ഒക്കെ ഈ ചിത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കാണിക്കാം എന്ന് വെച്ചാണ്. രാഷ്ട്രീയം വ്യക്തിപരതയുടെ ഒരു ഏരിയ അല്ല, അത് ആശയ സംഘർഷങ്ങളുടെ ഒരു ഏരിയയും കൂടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ്. വ്യക്തിപരമായ വിദ്വേഷത്തിനൊക്കെ അപ്പുറത്താണ് എന്ന് തെളിയിക്കുന്ന ഒരു ചിത്രമാണ്. രണ്ടാമത്തെ കാര്യം PV അൻവറിൻ്റെ മുന്നണി പ്രവേശമാണ്. PV അൻവർ ഏത് മട്ടിലാണ് സ്വീകരിക്കപ്പെടുക? അദ്ദേഹം നേടിയ 20,000-ഓളം വോട്ടുകളുടെ കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അത് UDF-ലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുമോ എന്നുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്ന ഒരു വാർത്ത ഇന്ന് മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അൻവർ UDF-ലേക്ക് വരുന്നതിൽ വി.ഡി. സതീശന് താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന നിലപാട് പ്രഖ്യാപിക്കുന്ന, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശന് ഈ 4 വർഷത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിൽ സതീശന് കരുത്ത് പകർന്ന ഒന്നാമത്തെ ഒരു കാര്യം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരേ ഒരു രാഷ്ട്രീയമായ നിലപാടിൻ്റെ ഒരേ ഒരു അടയാളമായിട്ട് PV അൻവറിൻ്റെ എടുത്ത സമീപനം നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ആ സമീപനം തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണ്. അൻവറിനെ തഴഞ്ഞ് മറ്റ് കക്ഷികളെ ലക്ഷ്യമിട്ട് UDF എന്ന് മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നു. ആ വാർത്തയിലെ പ്രധാന ഭാഗം ഞാൻ പറയാം. PV അൻവറിനെ കൂട്ടാതെ തന്നെ നിലമ്പൂരിൽ അഭിമാനാർഹമായ വിജയം നേടിയ പശ്ചാത്തലത്തിൽ ഉടനടി അദ്ദേഹത്തിന് മുന്നിൽ വാതിൽ തുറക്കണ്ട എന്ന നിലപാടിലേക്ക് UDF. അൻവറിനെ UDF-മായി സഹകരിപ്പിക്കണോ എന്ന കാര്യം മുൻഗണനാ വിഷയമല്ല, നിലവിൽ വാതിൽ അടച്ചതാണ്. UDF മറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് സതീശൻ മാതൃഭൂമിയോട് പറഞ്ഞു. UDF-ൽ അസോസിയേറ്റ് അംഗമാക്കാമെന്ന നിലപാട് മുന്നണി യോഗം നേരത്തെ എടുത്തിരുന്നു. പിന്നെ അതിൻ്റെ തുടർച്ചയായി കുറച്ച് നാൾ മുമ്പേ ഉണ്ടായ തീരുമാനങ്ങളുടെയൊക്കെ വിശദാംശം വാർത്തയ്ക്കൊപ്പം നൽകുന്നുണ്ട്. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അൻവറിന് സ്വാധീനമുള്ള മേഖലകളിൽ അദ്ദേഹത്തെ സഹകരിപ്പിക്കണമെന്ന ചിന്ത പുലർത്തുന്ന നേതാക്കൾ കോൺഗ്രസിലും മുസ്ലിം ലീഗിലുമുണ്ട്. മുന്നണിക്കെതിരെ മത്സരിച്ച അൻവറിനെ എടുക്കുന്നതിൻ്റെ സാങ്കത്യം പക്ഷേ സതീശൻ ചോദ്യം ചെയ്യുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാക്കണമെങ്കിൽ അത് പ്രാദേശിക തലത്തിൽ ഉണ്ടാകും എന്നല്ലാതെ രാഷ്ട്രീയ സഖ്യം എന്ന നിലയിലേക്ക് വളരാൻ നിലവിൽ സാധ്യത കുറവാണ് എന്ന് മാതൃഭൂമി റിപ്പോർട്ടർ വിശദീകരിക്കുന്നു. അതേസമയം UDF വിപുലീകരിക്കണമെന്ന തീരുമാനം ഒരു ചർച്ചയിലേക്ക് കടക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആലോചനയിലേക്ക് UDF കടക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ പറയുന്നത്. എത്രത്തോളം സാധ്യമാണ് എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള UDF വിപുലീകരണത്തിനാണ് മുൻഗണന. PV അൻവർ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നാണ് UDF-ന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം രമേശ് ചെന്നിത്തല മുതൽ K മുരളീധരൻ വരെയുള്ള ആളുകൾ അൻവറിനെ സഹകരിപ്പിക്കണം എന്ന ആവശ്യക്കാരാണ്. മുരളീധരൻ്റെ നിലപാട് ഇന്നലെ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും വോട്ട് നേടിയത് ചില്ലറ കാര്യമല്ല, അദ്ദേഹത്തെ എൻ്റെ വോട്ട് നിസ്സാരമായി കാണുന്നില്ല. എന്നാൽ അൻവറിൻ്റെ UDF പ്രവേശനത്തിൽ എടുത്ത തീരുമാനം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. K മുരളീധരൻ പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള UDF യോഗത്തിൽ ചർച്ചകൾ വരുമായിരിക്കും. പക്ഷേ വി.ഡി. സതീശന് ഇക്കാര്യത്തിൽ നിലമ്പൂർ വിജയം കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഉണ്ടായ മേൽക്കൈ ഇവർക്ക് അങ്ങനെ അങ്ങ് തകർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വരുന്ന ആളുകളിൽ ഈ ചർച്ച തുടരാൻ ഉള്ള സാധ്യതകൾ, പെട്ടെന്ന് ആ അടച്ച വാതിലുകൾ തുറക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സതീശൻ തന്നെ വിചാരിക്കേണ്ടി വരും, UDF ചെയർമാൻ തന്നെ വിചാരിക്കേണ്ടി വരും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള UDF-ലെ ചർച്ച അൻവറിനെ ചുറ്റിപ്പറ്റി ഇനിയും മുന്നോട്ട് പോകും മാധ്യമങ്ങളിൽ എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികളോട് കൂട്ടുകൂടി മുന്നോട്ട്
കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയ സംഘങ്ങൾക്ക് മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾക്ക് ഉണ്ടാകാനിടയുള്ള ഡാമേജ് അടിസ്ഥാന മനുഷ്യനിലേക്ക് കൂടി പരക്കുമെന്ന് വ്യക്തമാക്കുന്ന ചില സംഭവങ്ങൾ ചുറ്റുപാടുണ്ടാകുന്നത്. കണ്ണൂരിൽ ഉണ്ടായ ഒരു സംഭവത്തെ ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള സംഭവവുമായി ചേർത്ത് വായിക്കുന്ന അഡ്വക്കേറ്റ് ഷുക്കൂറിൻ്റെ ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. കണ്ണൂരിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവം, സദാചാര കൊലപാതകത്തിന് സമമായ സദാചാര വിചാരണയുടെ തുടർച്ചയായി ആത്മഹത്യ ചെയ്ത സംഭവം വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2 SDPI പ്രവർത്തകർ, മുഖ്യ പ്രതികളായ SDPI പ്രവർത്തകർ നാട് വിട്ട വാർത്ത ഇന്നത്തെ പത്രത്തിലുണ്ട്. രാജ്യം വിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് മതശാസനകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പുരുഷന്മാരോട് സംസാരിക്കുന്നത് കണ്ട ഒരു സാഹചര്യത്തിൽ അവരെ ആ പുരുഷനെ സുഹൃത്തിനെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ SDPIയുടെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ ചെയ്തു, ആക്രമിച്ചു എന്നുള്ളതാണ് കേസ്. ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി അവർ ഒളിവിൽ പോയി പ്രതികൾ. ഈ സാഹചര്യത്തെ ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം എങ്ങനെ അപകടകരമാക്കും? ഇതിൽ SDPIക്കാരാണ് പ്രതികൾ, അത് വേറൊരു മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെയുള്ള സംഘടനകളുമായുള്ള ബന്ധം അവരുടെ മതനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയൊക്കെ സമൂഹത്തിൽ ദോഷമുണ്ടാക്കും എന്നാണ് അദ്ദേഹം ഷുക്കൂർ വക്കീൽ നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് RSSഉം ഇതുപോലുള്ള ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതസംഘടനകളും തന്നെ ഒരുപോലെ എതിർക്കുന്നതിൻ്റെ സന്തോഷത്തെക്കുറിച്ച് സ്വരാജ്, നിലമ്പൂരിൽ പരാജയപ്പെട്ട സ്വരാജ് വിശദീകരിച്ചത്. മാത്രമല്ല അദ്ദേഹം പുതിയൊരു വാക്കും സംഭാവന നൽകുകയാണ്. ഹിന്ദുത്വ, താലിബാൻ, ഇസ്ലാമിക സംഘപരിവാർ എന്നുള്ള 2 വാക്കുകൾ അദ്ദേഹം ഈ ഘട്ടത്തിൽ സംഭാവന ചെയ്തിരിക്കുകയാണ്. ഇതിനുള്ള ചർച്ചകൾ അത്തരത്തിൽ ഗൗരവത്തിൽ നടക്കുമ്പോൾ 2 വിഭാഗങ്ങളുടെയും മതാധിഷ്ഠിത വാദക്കാർ ഇങ്ങനെയുള്ള വിഷയങ്ങളെ സമീപിക്കുന്നത് എങ്ങനെയാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള ഒരു വാക്കായി അത് നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിലോട്ട് വെച്ച 2 വാക്കുകൾ. ഈ സാഹചര്യത്തിൽ ഷുക്കൂർ വക്കീലിൻ്റെ ഈ നിരീക്ഷണം നമുക്ക് ഒന്ന് നോക്കാം. ഷുക്കൂർ വക്കീൽ എഴുതുന്നത് ഇങ്ങനെയാണ്: കണ്ണൂരിൽ ഒരു 40കാരി ആത്മഹത്യ ചെയ്തു. അവർക്ക് 3 മക്കളുണ്ട്. പ്രായപൂർത്തിയായ, സ്വയം കാര്യങ്ങൾ തിരിച്ചറിയുന്ന, ജീവിതാനുഭവങ്ങളുള്ള, വീട്ടിൽ ഉപ്പയും ഉമ്മയും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തോട് ചേർന്ന് ഒറ്റ നോട്ടത്തിൽ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ആ കുറിപ്പ് അവരുടെ ബോഡി ഇൻക്വസ്റ്റിനെടുക്കുന്ന സമയത്ത് പോലീസിന് ലഭിച്ചു. ആ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്തുകാരും അവരുടെ നേരെ പകുതി പ്രായമുള്ളവരുമായ 3 മതരാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു. അവരെ അറസ്റ്റ് ചെയ്തു. അവർ ജയിലിലുമായി. ആ ആത്മഹത്യാ കുറിപ്പിൽ നിന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത് അവരും അവരുടെ പുരുഷ സുഹൃത്തും ഒരു കാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ SDPI പ്രവർത്തകർ അവരുടെ സുഹൃത്തിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി എന്നും അയാളെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കി എന്നും തുടർന്ന് അവരുടെ പാർട്ടി ഓഫീസിലും അയാളെ വിചാരണ ചെയ്യുകയും അയാളുടെ മൊബൈൽ ഫോണും ടാബും അവർ കൈക്കലാക്കി എന്നുമാണ്. ഈ പ്രവൃത്തി ആ സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായതിനാലാണ് അവർ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒരു പുരുഷ സുഹൃത്തിനെ ആൾക്കൂട്ട വിചാരണ നടത്തിയവർക്കെതിരെ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു കൂട്ടം മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രവൃത്തി മൂലം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് സാധാരണഗതിയിൽ സമൂഹത്തിൽ വലിയ അമർഷവും ഞെട്ടലും പ്രതിഷേധവും ഉയർത്തേണ്ടതാണ്. ഇങ്ങനെ സ്ത്രീകൾ ആത്മഹത്യ ചെയ്ത ഘട്ടങ്ങളിലൊക്കെ കേരളീയ സമൂഹം അതിശക്തമായി തന്നെ പ്രതികരിച്ചിട്ടും ഉണ്ട്. ഇവിടെ ഒരു മതാധിഷ്ഠിത ധാർമ്മികതയിൽ മാത്രം ഊന്നി പ്രവർത്തിക്കുന്ന SDPI പ്രവർത്തകരുടെ പ്രവൃത്തി മൂലമാണ് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നതെന്ന് വ്യക്തമായി എഴുതി വെച്ചിട്ടും അവരുടെ ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ SDPI ഓഫീസിൽ അവരുടെ പുരുഷ സുഹൃത്തിനെ വിചാരണ ചെയ്യുന്ന വീഡിയോ പൊതു ഇടത്തിൽ ലഭ്യമായിട്ടും CPIM അല്ലാതെ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും അതിനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇത് അതീവ ഗൗരവമായൊരു വിഷയമാണ്. SDPIയുടെ മതാധിഷ്ഠിത രാഷ്ട്രീയത്തെ കാലം ഇത്രയും അതിശക്തമായ രീതിയിൽ എതിർത്ത് നിന്ന മുസ്ലിം ലീഗ് കണ്ണൂരിലെ പ്രബല ന്യൂനപക്ഷ പാർട്ടിയാണ്. ലീഗിനോടൊപ്പം നിൽക്കുന്ന ദേശീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ ലീഗ് അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഈ മതധാർമ്മികതയുടെ നിയമം കൈയാളുന്ന രീതിക്ക് പച്ചക്കൊടി അവരും വീശുവാൻ തീരുമാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അവരോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവും MLAയുമായ ഒരാൾ സംഭവത്തെ അപലപിച്ചുവെങ്കിലും അവരുടെ ജില്ലാ പ്രസിഡന്റ് SDPIയെ വെള്ളപൂശി സുന്ദരനാക്കാനുള്ള ശ്രമം നടത്തിയ ഒരു കാർഡ് തേജസ് പുറത്തിറക്കിയതായി കണ്ടു. അതിൽ അയാൾ കുറ്റപ്പെടുത്തിയത് CPMനെ ആയിരുന്നു. ഇവിടെയാണ് LDF രാഷ്ട്രീയത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അഥവാ വെൽഫെയർ പാർട്ടിയുടെ മതരാഷ്ട്രീയ സങ്കല്പം വരിഞ്ഞു മുറുക്കി അവരെ അതിനോട് ചേർത്ത് കീഴ്പ്പെടുത്തുന്ന രീതി കാണാൻ കഴിയുക. മനുഷ്യരുടെ സ്വകാര്യത പരമപ്രധാനമാണ്. മറ്റൊരാൾക്കും അതിലേക്ക് പ്രവേശനമില്ല. പുട്ടുസ്വാമി കേസിൽ അഥവാ ആധാർ കേസിൽ സുപ്രീം കോടതി അത് വ്യക്തമാക്കിയതാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും നമ്മുടെ നീതിന്യായ കോടതികളും വ്യവസ്ഥകളും വിധിന്യായങ്ങളും പേഴ്സണൽ സ്പേസ് അനുവദിക്കുന്നുണ്ട്. ആ കാര്യം പക്ഷേ മതധാർമ്മികവാദികളായ നല്ല ആങ്ങളമാർ സമ്മതിച്ചു തരില്ല.
അവരെക്കാൾ ഇരട്ടി ജീവിതാനുഭവമുള്ള ഏതു സ്ത്രീയെയും അവരുടെ മതധാർമ്മികതയുടെ അളവുകോൽ വെച്ച് അളന്ന് അതിന് പുറത്താണെങ്കിൽ ഇടിച്ചു കയറി നശിപ്പിച്ചു കളയും. അതിന് പ്രത്യയശാസ്ത്ര ബലം നൽകുന്നതാണ് ഈ മതാധിഷ്ഠിത രാഷ്ട്രീയക്കാർ അഥവാ താലിബാൻ ഫാൻസുകാർ. ഈ താലിബാൻ ഫാൻസുകാർക്ക് രാഷ്ട്രീയ അംഗീകാരം നൽകുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത്. ഈ രാഷ്ട്രീയം സയ്യിദ് ഖുതുബും ഹസനുൽ ബെന്നയും മൗദൂദിയും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഇവരുടെ മതാധിഷ്ഠിത ഏകീകരണം കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായി ഭാവിയിലും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് പ്രബല UDF രാഷ്ട്രീയ പാർട്ടികൾ ഈ ക്രിമിനൽ പ്രവൃത്തി നടത്തിയവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ പോലീസ് വകുപ്പ് UDF ആയിരുന്നു നിയന്ത്രിക്കുന്നതെങ്കിൽ ഈ ആത്മഹത്യാക്കുറിപ്പ് ലോകം കാണുമായിരുന്നോ? ഈ പ്രതികളെ സമൂഹം അറിയുമായിരുന്നോ? അവരുടെ മതരാഷ്ട്രീയ സ്വാധീനം വലിച്ച് തെളിവുകൾ നശിപ്പിക്കപ്പെടുമായിരുന്നില്ലേ? കേരളീയ സമൂഹം കണ്ണു തുറക്കേണ്ട ഒരു വിഷയമാണിത്. മുസ്ലിം സ്ത്രീകളുടെ ഉന്നതിക്കും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിക്കുന്ന നിരവധി വനിതാ വിദ്യാർത്ഥിനി സംഘടനകൾ കേരളത്തിലും കണ്ണൂരിലും പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സ്ത്രീ സംഘടനകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവരുടെ ആരുടെയും ഉറക്കം ഈ ആത്മഹത്യ കാരണം തടസ്സപ്പെടാതിരുന്നത്? എന്തേ അവർക്കാർക്കും ആ സ്ത്രീയുടെ സ്വകാര്യതയെക്കുറിച്ചും അവരുടെ ജീവനെക്കുറിച്ചും വേവലാതി ഇല്ലാത്തത്? അവിടെയാണ് ഈ മതധാർമ്മികവാദികൾ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം എത്ര ആഴത്തിലാണെന്ന് മനസ്സിലാക്കേണ്ടത്. സയ്യിദ് ഖുതുബും ഹസനുൽ ബെന്നയും മൗദൂദിയും നിർണയിച്ച അതിർവരമ്പുകൾക്കപ്പുറം സ്ത്രീ നടക്കരുത് എന്ന ബോധ്യത്തിലാണ് കേരളത്തിലും ഇക്കൂട്ടർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ രാഷ്ട്രീയക്കാരുടെ മേലുള്ള സ്വാധീനമാണ് CPM ഒഴികെയുള്ള പ്രബല പാർട്ടികളെ മുഴുവൻ പാർട്ടികളെയും നിശബ്ദമാക്കിയിരിക്കുന്നത്. ഇതാണ് ജമായത്ത് പരിവാർ ഭാവി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. സൂക്ഷിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ഇതാണ് ഷുക്കൂർ വക്കീൽ പറയുന്ന കാര്യം. വാസ്തവത്തിൽ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറച്ച് ആഴത്തിൽ വായിക്കേണ്ട ഒരു കാര്യമാണ്. മതാധിഷ്ഠിത സംഘടനകൾ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമ്പോൾ, അവരുടെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഘടകകക്ഷികളാക്കപ്പെടുമ്പോൾ, കൂട്ടുകക്ഷികളാക്കപ്പെടുമ്പോൾ ഏത് മട്ടിൽ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും, എങ്ങനെ ദുരന്തമായി മാറും എന്ന് വ്യക്തമാക്കുന്ന ഒരു നിരീക്ഷണമാണ് ഷുക്കൂർ വക്കീൽ ഈ കുറിപ്പിലൂടെ അവതരിപ്പിക്കുന്നത്. സമകാലിക സംഭവങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുമാത്രം സമീപനം ഇത്തരം കാര്യങ്ങൾ സ്വതന്ത്രമായി സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ള ആലോചന വലിയ അപകടത്തിലേക്കുള്ള ഒരാശങ്കയായി നമ്മുടെ മുമ്പിൽ നിൽക്കും. നന്ദി, നമസ്കാരം.